നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ഈ മാസം 16-ന് തുടങ്ങുന്ന ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന സത്രത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. വിഗ്രഹവും ഗ്രന്ഥവും എത്തിക്കുന്നതിൻ്റെ രഥഘോഷയാത്ര തുടരുന്നു. ചേർത്തല പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ഫെബ്രുവരി 16 മുതൽ 26 വരെ നടക്കുന്ന ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന സത്രത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ തന്നെ വളരെ അത്യപൂർവമായി നടക്കുന്ന സത്രത്തിൽ 4 വേദികളിലായാണ് സത്രം നടക്കുന്നത്. ഉമയും മഹേശ്വരനും ഒരു ശ്രീകോവിലിൽ ഒരു ശ്രീലകപീഠത്തിൽ ഒരുമിച്ചമരുന്ന കേരളത്തിലെ അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രം. ഈ ഫെബ്രുവരി മാസം 16-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന മഹാസത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സത്രത്തോടനുബന്ധിച്ച് 4 വേദികളിലായിട്ടാണ് ഈ മഹായജ്ഞം നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 3ാമത്തെ വേദിയായ താന്ത്രിക ചടങ്ങുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രം തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ കാശാങ്കോട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വേദപണ്ഡിതന്മാർ അണിനിരത്തിക്കൊണ്ട് താന്ത്രിക ചടങ്ങുകൾക്ക് വേദി ഒരുങ്ങുകയാണ്. ചൊവ്വാഴ്ച ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ രഥഘോഷയാത്ര ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ദേവീക്ഷേത്രത്തിൽ സമാപിച്ചിരുന്നു. 21 ക്ഷേത്രങ്ങളിലാണ് ചൊവ്വാഴ്ച സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയത്. ബുധനാഴ്ച തുടങ്ങിയ യാത്ര വൈകിട്ട് തണ്ണീർമുക്കം ചാലിനാരായണപുരം ക്ഷേത്രത്തിൽ സമാപിച്ചു. 30 ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങും. തമിഴ്നാട് ചിദംബരം ക്ഷേത്രത്തിൽ നിന്നാണ് വിഗ്രഹം എത്തിക്കുന്നത്. ശ്രീരാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നാണ് ഗ്രന്ഥം കൊണ്ടുവരുന്നത്. വിഗ്രഹവും ഗ്രന്ഥവുമായി 2 തീർത്ഥാടക സംഘങ്ങളും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ എത്തി. തുടർന്നായിരുന്നു രഥഘോഷയാത്ര ആരംഭിച്ചത്. ജില്ലയിലെയും എറണാകുളം, കോട്ടയം ജില്ലകളിലെയും 108-ൽ പരം ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ മാസം 16-ന് കളത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരും.